തൃശ്ശൂർ നമ്മുടെ കോളേജിന്റെ അടുത്ത് തന്നെ വാപ്പിച്ച ഹോസ്റ്റലിന്റെ അടുത്തായിട്ട് അപ്പൊ എനിക്കെന്തായാലും ലെക്ചർ ആകാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ലെക്ചറൊക്കെ കഴിഞ്ഞു. ലെക്ചർ ആയിട്ടില്ല കേട്ടോ, ഞാൻ കഴിഞ്ഞു. LIC-യിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് വാപ്പിച്ചെടുത്ത് വീട് വാങ്ങിച്ചത്, വീടും സ്ഥലങ്ങളും വാങ്ങിച്ചത്. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. ഇത് മധുബാല, മറ്റേത് മാലിക. മാലിക 6ാം ക്ലാസ്സിൽ, ഇയാൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂരല്ല, കോഴിക്കോടാണ്. ഭാര്യ ഇവിടെ RIC-യിൽ PhD-ക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ജോയിൻ ചെയ്തിട്ടില്ല. ഫോണൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നാളെ റിലീവ് ചെയ്തു. അത് കാരണം താൽക്കാലികമായിട്ട് ഞങ്ങൾ കൊല്ലം കോഴിക്കോടായിരുന്നു. പിന്നെ ഞാനിപ്പോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ജോലി ചെയ്യുന്നു. ആദ്യം ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്നു, ഒരു കോൺട്രാക്ട് ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. ബ്രഹ്മപുരം പ്ലാന്റ് ആരംഭിക്കുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ബ്രഹ്മപുരത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിലൂടെ ഞാൻ അതിനുശേഷം പിന്നെ കൊല്ലത്തൊരു മീറ്റർ ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, അവിടെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ മീറ്റർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണെങ്കിലും എന്റെ ഉത്തരവാദിത്തം മീറ്റർ ആയിരുന്നില്ല. അതായത് ഞാൻ പറയണെങ്കിൽ യൂണിലെക്ട്രിക് ഒരു കമ്പനിയാണ്. അവിടെ ഈ സ്റ്റാർട്ടേഴ്സ്, മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റില്ല, അതിന്റെ കൺസെപ്റ്റ് ഞാനാണ് ചെയ്തത്. അത് സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റാർട്ട്, കേരളത്തിൽ ഇന്ത്യ തന്നെ ഏറ്റവും സ്റ്റാർട്ടാണ്. സാധാരണ നമ്മൾ ഈ പഴയ ഐസ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഈ സ്റ്റാർട്ടർ യൂണിലെക്ട്രിക് സ്റ്റാർട്ടർ. അപ്പൊ അതിന്റെ കാസർഗോഡ് നിന്ന് വരെ അന്ന് സാധനം പഠിക്കാൻ വന്നിരുന്നതാണ് അതിന്റെ കൊല്ലം. എന്റെ ഗുണമല്ല, കമ്പനിയുടെ ഉണ്ടായതായിരുന്നു. അതിനുശേഷം ഇൻസ്പെക്ടറേറ്റിൽ 10-13 വർഷമായിരുന്നു. കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടുക. 5 മണി വരെ പണിയുള്ളതാണ്. പിന്നെ KCB-കാരുടെ കുറെ പേര് പലപ്പോഴും കാണാറുണ്ട്. അരുടനെയാണ് പലപ്പോഴും കോൺടാക്ട് ചെയ്തത്, കൃഷ്ണകുമാർ, ഞങ്ങൾ കുറെ പേര്. പിന്നെ കുറച്ച് ആളുകൾ മധു താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ്. പിന്നെ ജിജെ കാണാറുണ്ട്. ജിജിനെ സാധാരണ ഞാൻ കാണുന്ന പോലെ വൈകിട്ട് റോഡ് സൈഡിൽ വെച്ച് കാണാം. പെട്ടെന്ന് ഞാൻ സ്കൂട്ടറിൽ പോകുമ്പോഴേ ജിജി പെട്ടെന്ന് സൈഡിൽ വിളിക്കുന്നുണ്ട്. അല്ല ജിജി അല്ല അരുണ വിളിച്ചു പറയും കുഴിയാണെന്ന് പറയും. അതെ അതെ, ചേറാമടൊക്കെ അവിടെ പള്ളിമുലയിൽ പിന്നെ അവിടെ താമസിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഒരു സബ്സ്റ്റേഷന്റെ അത്രയൊക്കെ ഉള്ളു. വൈഫിനായിട്ടുള്ള ബന്ധം, വൈഫിനായിട്ടുള്ള ബന്ധം ഇല്ല, അവിടെ പോകാറുണ്ട്. അമ്മയും അനിയനൊക്കെ അവിടെ ഉണ്ട്. എന്റെ ഭാര്യ താമസിനെ പഠിച്ചാണ്. ശേഷം MTech RIC, PhD-ക്ക് കണ്ണൂർക്കാരിയാണ്. Johnson, this.